നമസ്കാരം. ഇന്ന് നമ്മൾ തയ്യാറാക്കാവുന്ന പാൽക്കപ്പയാണ്. അപ്പോൾ ഈ പാൽക്കപ്പ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന ഒരു ഡിഷാണ്. ഇപ്പോൾ പറയുന്ന അളവുകളും മെത്തേഡും കറക്റ്റായിട്ട് ഫോളോ അപ്പ് ചെയ്താൽ എന്നാൽ നല്ല അടിപൊളി രുചിയിൽ നിങ്ങൾക്ക് വീടുകളിൽ തന്നെ തയ്യാറാക്കാവുന്നതാണ്. അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കാമെന്ന് കണ്ടുനോക്കിയാലോ. നിങ്ങൾക്ക് എല്ലാവർക്കും K4 കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. പാൽക്കപ്പ തയ്യാറാക്കുന്ന 2 കിലോ കപ്പ ഈ കാണുന്ന വലിപ്പത്തിൽ ഒന്ന് കട്ട് ചെയ്ത് ക്ലീൻ ചെയ്ത് ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ നമുക്കൊന്ന് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ അതിനായിട്ട് ആദ്യം നമുക്ക് കപ്പയിലേക്ക് 2-3 പച്ചമുളക്, ചെറിയൊരു എരിവ് മതിയാവും. അപ്പോൾ അതിന് കണക്കാക്കിയിട്ട് 2-3 പച്ചമുളക്, 1 ലിറ്റർ വെള്ളം, 200 ml പാലും കൂടി ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അല്പം ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഈ കപ്പ നന്നായിട്ട് വെന്ത് ഉടഞ്ഞ് വന്നവരെ നമുക്കൊന്ന് വേവിച്ചെടുക്കാം. നന്നായിട്ടൊന്ന് മൂടി വെച്ച് വേവിക്കുക. ഈ പറയുന്ന വെള്ളത്തിൻ്റെ അളവുകളും പാലിൻ്റെ അളവുകളൊക്കെ കറക്റ്റായിട്ടൊന്ന് മെയിൻറ്റെയിൻ ചെയ്യുക. അപ്പോൾ നല്ല ക്രീമി ആയിട്ടുള്ള നമുക്ക് പാൽക്കപ്പ കിട്ടും. നമ്മുടെ കപ്പ നന്നായി വെന്ത് വന്നുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കണം. അപ്പോൾ ഒരു മാഷറോ അല്ലെങ്കിൽ ഒരു സ്പൂണോ ഉപയോഗിച്ചിട്ട് ഈ കാണുന്ന പോലെ ക്രീമി പരുവത്തിൽ നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കണം. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു 200 ml കട്ടിയുള്ള തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം. അതും കൂടി ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തൊന്ന് ചൂടാക്കിയിടുക. അപ്പോൾ നമ്മുടെ കപ്പ റെഡിയാണ്. ഇനി ഇതിലേക്ക് ചേർക്കേണ്ട ഒരു താളിപ്പ് തയ്യാറാക്കണം. അതിനായിട്ടൊരു പാനിൽ വെളിച്ചെണ്ണ ചൂടാക്കിയ ശേഷം അതിലേക്ക് ഉണക്കമുളക് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഈ ഉണക്കമുളക് ഒന്ന് കളറൊക്കെ മാറിയതിന് ശേഷം ഒരു 5 നമ്പർ ചെറുള്ളി അത് നല്ല നീളത്തിൽ അരിഞ്ഞിട്ട് അതും ഒന്ന് ഗോൾഡൻ കളറാകണമായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്കൊരു അല്പം കറിവേപ്പിലും കൂടി ചേർത്തിട്ട് ഈ നേരെ കപ്പയുടെ മുകളിലേക്ക് ഇതുപോലെ ഒന്ന് ടോപ്പ് ചെയ്യാം. അപ്പോൾ നമ്മൾ പാൽക്കപ്പ റെഡിയായിട്ടുണ്ട്. അപ്പോൾ ഈ കപ്പയുടെ കൂടെ നല്ല ബീഫ് കറിയും കൂടി ചേർത്ത് കഴിച്ചാൽ പിന്നത്തെ കാര്യം പറയണ്ടല്ലോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി. പിന്നെ ബീഫ് കറിയുടെ റെസിപ്പി നമ്മൾ ചാനൽ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവർക്കാർക്കായിട്ട് വീഡിയോൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സിലും കൊടുക്കാം. തീർച്ചയായും അത് പോയി കാണുക. അപ്പോൾ മറ്റൊരു നല്ലൊരു വീഡിയോയുമായി അടുത്ത ദിവസം കാണുന്നവരേക്കും ഇസ് ബൈ ഫ്രം ടീം K4 കിച്ചൻ.